CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾ കാണുന്നു. 4-ാം തീയതി വരെ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കുക. UDFന്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം LDF BJPയുമായി അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ അതിന്റെ നിജസ്ഥിതി ഇപ്പോഴ് കുറേശ്ശെയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് എണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നത് നമുക്ക് മനസ്സിലാക്കാം. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, വടകര നിയോജക മണ്ഡലങ്ങളിൽ UDFന് വേണ്ടി വോട്ട് മറച്ചു നൽകിയതിന്റെ പേരിൽ BJPയുടെ 7ഓളം പ്രാദേശിക നേതാക്കളെ സംഘടനയിൽ നിന്ന് ഇപ്പോഴും പുറത്താക്കിയിരിക്കുകയാണ്. അങ്ങനെയൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കോലീബി സഖ്യം ഉണ്ടായത് നമുക്ക് അറിയുന്നതാണ്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അതേ മണ്ണിലാണ് ഇത്തരമൊരു കൂട്ടുകെട്ട് BJPയിലെ ഒരു വിഭാഗത്തെ UDFന്റെ ഭാഗമായി ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയുമാണ് ഇത്തരം ഒരു ഡീലിന് നേതൃത്വം നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള പരിശ്രമങ്ങളും നടന്നു വരികയാണ്. LDF പ്രവർത്തകർക്കെതിരെ കടന്നാക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ വെളിച്ചത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ബോംബ് ശേഖരം തന്നെ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായി. അത് പിടിച്ചെടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇത്തരം നിലപാടുകളെ തടയുന്നതിന് പോലീസിനെ കടന്നാക്രമിക്കുകയും തടയുകയും ചെയ്യുന്ന സമീപനമാണ് ബോധപൂർവം ആ മേഖലയിൽ UDFകാർ, പ്രത്യേകിച്ച് ലീഗുകാർ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലെ UDFന്റെ പ്രചാരവേലകളെ പ്രതിരോധിക്കാനും പ്രകോപനങ്ങളിൽ വീണുപോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ആത്മസംയമനം പാലിച്ച് പാർട്ടി പ്രവർത്തകർ ഉണ്ടായ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുണ്ടായ സംഭവങ്ങൾ ഇപ്പോഴും വാർത്താമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവിടെ പോലീസിനെ ആക്രമിക്കാനും പോലീസുകാരന്റെ തല വെട്ടിപ്പൊളിക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള കേസുകൾ രൂപപ്പെടുമ്പോൾ പോലീസിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ മുൻ DGPമാരായ സെൻകുമാറും അതുപോലെ തന്നെ ശ്രീലേഖയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അവർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള മുദ്രാവാക്യ പ്രചരണങ്ങളുമെല്ലാം കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം ഭരണ സംവിധാനത്തെ
നിർവീര്യമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാ കാലത്തും വർഗീയ ശക്തികൾ നടത്തിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വർഗീയ ധ്രുവീകരണത്തിനെതിരായി പ്രതിരോധം തീർത്തുകൊണ്ടുള്ള എല്ലാ ജനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം ഇതിന്റെ ഭാഗമായി ഉണ്ടാവണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയാകെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുക. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ പ്രശ്നം വളരെ ഗൗരവപൂർവമാണ് കേരളം കൈകാര്യം ചെയ്യുന്നത്. ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട മരണപ്പെട്ട സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടതാണ്. ജന്മിത്വത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത കേരളത്തിൽ അതിന്റെ ആശയ അടിത്തറ ജാതീയത അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇങ്ങനെയുണ്ടാവുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലുമുള്ള സംഭവങ്ങൾ. വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ചില ഭാഗങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ജാതീയമായ അധിക്ഷേപത്തിനും അതുപോലുള്ള വിവേചനത്തിനും എതിരായി ഗൗരവതരമായ പ്രതിരോധം എല്ലാ തലങ്ങളിലും ആശയതലത്തിലും നിയമപരമായുമെല്ലാം ഉണ്ടാവേണ്ടതാണ്. കേരളം വളർത്തിയെടുത്തിട്ടുള്ള നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്കിനിയും സാധിക്കേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ജാതി അധിക്ഷേപത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശക്തിയായ ജാഗ്രത കേരളം ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ടതുണ്ട് എന്നത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും ഗൗരവപൂർവ്വം നമ്മൾ കാണണം. ഇക്കാര്യത്തിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യാൻ ജാഗ്രതയായ ഇടപെടൽ ഉണ്ടാവണം. നിയമപരമായ പഴുതുകൾ സൃഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള കുറ്റവാളികളുടെ ശ്രമങ്ങളെ പ്രതിരോധിക്കാനും കഴിയണം. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് വളർന്നു വരുന്ന ഇത്തരം പീഡനങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള കരുത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. എന്നാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ദുർബലമാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് ഇത്തരം ഇടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവണതകൾ ശക്തിപ്പെടുന്നതിന് അടിസ്ഥാനമാവുന്നു എന്നുള്ളതാണ് വസ്തുത. കലാലയത്തിനകത്ത് ജനാധിപത്യപരമായ സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കപ്പെട്ട മേഖലയാണ് മിക്കവാറും സ്വാശ്രയ കോളേജുകളെല്ലാം, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളെല്ലാം. ഇത് വളരെ ഗൗരവപൂർവ്വം കേരളം പരിഗണിക്കേണ്ടുന്ന പ്രശ്നമായിട്ട് മാറുക. ഇതേപോലെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം നന്ദഗോവിന്ദം ഭജൻസ് എന്ന
വളരെയേറെ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം നടന്നു വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ഇത്. കേരളത്തിലെ സമൂഹം കൊണ്ടു നടക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ നിരവധി രൂപങ്ങൾ നമ്മുടെ മതവിശ്വാസങ്ങളിലും ആഘോഷങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജനതയെ യോജിപ്പിച്ച് നിർത്തുന്ന സംവിധാനങ്ങളെയെല്ലാം സൂക്ഷ്മതലത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് മതരാഷ്ട്രവാദികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനകത്തുള്ള കൂട്ടായ്മയുടെ തലങ്ങളെ വെട്ടിമാറ്റാനുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ഈ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗമായ ബാബരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പ്രചരണങ്ങൾ സംഘപരിവാർ നേതൃത്വം ഇപ്പോഴും വ്യാപകമായ പ്രചരണത്തിലൂടെ ഞാൻ ഈ പറഞ്ഞതുപോലെ നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.